ഞാൻ IITസിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള കാര്യമാണ്, സർ പക്ഷേ അതൊക്കെ കുറേ ബുദ്ധിജീവികൾക്കുള്ളല്ലേ, നമ്മളിങ്ങനെ കുറേ പഠിച്ച് എന്താ പറയുക, അങ്ങനെ ഒരു ലോകത്തോട്ടല്ലേ ഈ IITs ഒക്കെ നമ്മളെ കൊണ്ടുപോവുക, മനുഷ്യന് അതിലപ്പുറം ലൈഫില്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. IITs എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല, IITs എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അക്കാഡമിക്സ് ഉള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ അതല്ലാതെ ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസിലൂടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് വാക്ക് ത്രൂ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫോട്ടോസും ഇമേജസും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി അക്കാഡമിക് കണ്ടന്റ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ്, കരിയർ റിലേറ്റഡ്, IITs NITസുമായി ബന്ധപ്പെട്ട, എഞ്ചിനീയറിംഗ് മെഡിസിനുമായി ബന്ധപ്പെട്ട വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്ന് മാത്രമല്ല ഈ വരുന്ന 13-ാം തീയതി ഞാനൊരു വെബിനാർ 5 to 10 ക്ലാസ്സിലെ പാരൻസിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ IITസിലോട്ട് എങ്ങനെ എത്താം, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത്. അവിടുത്തെ ഫെസിലിറ്റീസ് എന്തെല്ലാമാണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ഞാൻ പറയും. അപ്പോൾ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഓക്കെ, സോ IITs എന്നുള്ളത് ബുദ്ധിജീവികൾക്ക് മാത്രമുള്ള ഒരു സംഭവമല്ല. വേറെ എന്തെല്ലാമാണ് IITs ഉള്ളത്, നമുക്ക് ഓരോ ഏരിയകളിലൂടെ നമുക്കൊന്ന് കടന്നു പോയി നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഒരാളുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ IIT മദ്രാസിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അമേസിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ IIT മദ്രാസിൽ ഒരു കെംപ്ലാസ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള സ്റ്റേഡിയം ഉണ്ട്. ഇൻ്റർനാഷണൽ ഞാൻ വെറുതെ പറയുന്നതല്ല. 2011 വേൾഡ് കപ്പ്, ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ സമയത്ത് അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ആളുകൾ, സച്ചിൻ ടെണ്ടുൽക്കർ, യുവരാജ് സിംഗ്, യൂസുഫ് പത്താനൊക്കെ അവിടെ പ്രാക്ടീസ് നിന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ട്, ഞാൻ പഠിക്കുന്ന സമയത്താണ്. അതായത് അത്രത്തോളം ഫെസിലിറ്റീസ് ഉള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ചെന്നൈയിൽ ചെപ്പോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബെസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. രഞ്ജി ട്രോഫി മാച്ചസ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് IITസിനുള്ളത്. ഇനി ക്രിക്കറ്റ് മാത്രമാണോ? അല്ല, നല്ലൊരു അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോകാം. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ പോയി സ്വിമ്മിംഗ് പഠിച്ച ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ എന്താ പറയുക ലെവലുള്ള ഒരു ജിംനേഷ്യം ഉണ്ട്. ടേബിൾ ടെന്നീസ്, അതേപോലെ സ്ക്വാഷ്, ടെന്നീസിൻ്റെ 4 കോർട്ടുകൾ, ആക്ച്വൽ ടെന്നീസ് കളിക്കാവുന്ന 4 കോർട്ടുകൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി, ഇതിനെല്ലാം ഉള്ള ഫെസിലിറ്റീസ് IITസിലുണ്ട്. സ്കേറ്റിംഗ് റിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എല്ലാ സ്പോർട്സിനും ഒരാൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള സ്പോർട്സ് ഈവൻറ്റ്സ് അവിടെ ഉണ്ടാവും. ഇന്റർ IIT സ്പോർട്സ് ഈവൻറ്റ്സ് നടക്കാറുണ്ട്. ഹോസ്റ്റലുകൾ തമ്മിലുള്ള സ്പോർട്സ് മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇനി നമുക്ക് വെറുതെ കളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ, മിക്ക ഹോസ്റ്റലുകളുടെ ഉള്ളിൽ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ രാത്രി 2 മണി 3 മണിവരെയൊക്കെ അത്തരം സ്ഥലങ്ങളിൽ ലൈക്ക് ഹോസ്റ്റലിൽ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയംസ് ഹോസ്റ്റൽസിലുണ്ട്. ചെറുതായിരിക്കും, മേ ബി ഒരു 10 ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാവുന്ന അല്ലെങ്കിൽ വോളിബോൾ കളിക്കാവുന്ന സ്ഥലങ്ങളായിരിക്കും. പക്ഷേ നമുക്ക് ഏത് സമയത്തും നമുക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ് IITസിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ. 2, അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ അക്കാഡമിക്സ് എന്നുള്ളത് പഠനം മാത്രമാണോ, പഠനത്തിൻ്റെ കൂടെയുള്ള നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസിന് എന്തെല്ലാം സ്കോപ്പാണ് IITയിലുള്ളത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ IITസിലെ ഇപ്പോൾ നമ്മുടെ ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് CFI അഥവാ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ എന്നുള്ളത്. ഞാൻ IIT മദ്രാസിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ സെൻറ്റർ ഫോർ ഇന്നോവേഷനിൽ ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ്, എന്താ പറയുക, ഒരു എക്സ്പീരിമെൻറ്റ് ലബോറട്ടറിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് വർക്ക്ഷോപ്പ്, ഒരു കൈൻഡ് ഓഫ് ഏരിയയാണ് CFI അഥവാ C5 അല്ലെങ്കിൽ CFI എന്ന് വിളിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഐഡിയാസ് വർക്കൗട്ട് ചെയ്യാൻ, ഇപ്പോൾ നമ്മളെ പല ക്ലബ്ബുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ റാഫ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫോർമുല റേസിംഗ് ടീം IITs ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാർ അസംബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഹാം റേഡിയോ ക്ലബ്സ് ഉണ്ട്, അവിടെ റേഡിയോ അസംബിൾ ചെയ്യുക. ഇങ്ങനെ രീതിയിലുള്ള ഒരുപാട് എക്സ്പീരിമെൻറ്റ്സ്, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ് CFI. അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി ഓൺടർപ്രണർഷിപ്പ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സെൽ അഥവാ ഒരു ഓൺടർപ്രണർഷിപ്പ് സെല്ല് IIT മദ്രാസിലുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയാസ് പിച്ച് ചെയ്യാനും അതിലെ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ഈവൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ സെല്ല് നടത്താറുണ്ട്. അതേപോലെ IITയിൽ പുതുതായിട്ട് വന്നൊരു കാര്യമാണ് നിർമ്മാൺ എന്ന് പറഞ്ഞ ഒരു പ്രീ ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് ലെവൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഈ സ്ഥലമാണ് ഇൻക്യുബേറ്റർ എന്നുള്ളത്. സർക്കാരും അതേപോലെ കോളേജസൊക്കെ ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്നാൽ പ്രീ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വയബിൾ പ്രൊഡക്റ്റ് ആക്കാം, അപ്പോൾ അതിന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും മറ്റൊക്കെ ഉള്ള ഒരു സംഭവമാണ് പ്രീ ഇൻക്യുബേറ്റർ എന്നുള്ളത്. നിർമ്മാൺ എന്നുള്ളൊരു പ്രീ ഇൻക്യുബേറ്റർ IIT മദ്രാസിലുണ്ട്. ഇതിന്നുള്ള ഐഡിയാസ് പിന്നെ ഇൻക്യുബേറ്റ് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ IIT മദ്രാസ് റിസർച്ച് പാർക്ക് ഉണ്ട്, ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അവിടെ ഒരുപാട് കമ്പനീസ് വർക്ക്
ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ IIT പ്രൊഫസേഴ്സൊക്കെയാണ് അവിടെ പല കമ്പനീസിനെയും മെൻറ്റർ ചെയ്യുക. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഓണ്ടർപ്രണറൽ ജേർണി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ IIT മദ്രാസ് റിസർച്ച് പാർക്ക് ഉണ്ട്. ഇനി ഇത്തരം ഒരുപാട് ടെക്നിക്കൽ ഈവൻറ്റ്സ് അവിടെ ഹോസ്റ്റൽസ് തമ്മിൽ നടക്കുന്നുണ്ട്. ടെക്സോക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കൽ ഈവൻറ്റ്സ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ക്യാമ്പസ് ഫെസ്റ്റിവൽസിലോട്ട് വരികയാണെങ്കിൽ IIT മദ്രാസിന് 2 മേജർ ക്യാമ്പസ് ഫെസ്റ്റിവൽസ് ഉള്ളത്. ക്യാമ്പസ് ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രമല്ല, ക്യാമ്പസിന് പുറത്തുനിന്ന് ഇന്ത്യക്കുള്ളിൽ നിന്നും പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്ന, ഒരു ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഈവൻറ്റ്സ് ആണ്. വൺ ഈസ് ശാസ്ത്ര, ദ സെക്കൻഡ് വൺ ഈസ് സാരംഗ്. ശാസ്ത്ര എന്നുള്ളത് ഒരു ടെക്നിക്കൽ ഈവൻ്റ് ആണ്. IIT മദ്രാസ് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോവസ് കാണിക്കുന്ന ഒരു ഈവൻ്റ് ആണ് ശാസ്ത്ര എന്നുള്ളത്. ശാസ്ത്രയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. സ്കൂൾ സ്റ്റുഡൻസ് മുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും പുറത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിനുവേണ്ടി പല കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് ശാസ്ത്രയുടെ സമയത്ത് ഓരോ വർഷവും IIT മദ്രാസിലെത്തും. ഇത് ഈവൻറ്റ്സ് ഫുൾ ഓർഗനൈസ് ചെയ്യുന്നത് ആരായിരിക്കും? അത് അവിടുത്തെ കുട്ടികളായിരിക്കും. ഈവൻ പ്രൊഫസേഴ്സോ മറ്റാളുകൾ പോലും അതിൽ വലിയ റോൾസ് വഹിക്കാറില്ല. വലിയ റോൾസ് വഹിക്കുന്നതൊക്കെ കുട്ടികളായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സാരംഗ് എന്നുള്ളത് ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ, ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് സാരംഗ് എന്നുള്ളത്. അപ്പോൾ ആർട്സ് അതേപോലെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈവൻറ്റ്സ് സാരംഗുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ആർട്ടിസ്റ്റുകൾ, സിംഗേഴ്സ്, ഇത്തരം ആളുകളൊക്കെ വരുന്ന ഒരു ഈവൻ്റ് ആണ് സാരംഗ് എന്നുള്ളത്. അപ്പോൾ സാരംഗ് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ജനകീയമായ ഈവൻ്റ് ആണ്. ഒരുപാട് ആളുകൾ സിറ്റിക്ക് പുറത്തുനിന്നും അതേപോലെ തന്നെ ഇന്ത്യയുടെ ആകമാനെന്നും പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള ബാൻഡുകളും ആർട്ടിസ്റ്റുകളും വരെ വരുന്ന ഒരു ഈവൻ്റ് ആണ് സാരംഗ് എന്നുള്ളത്. ശാസ്ത്രീയ അങ്ങനെ തന്നെയാണ്. പല വേൾഡ് റിനോൺ സയൻറ്റിസ്റ്റുകളും അതേപോലെ തന്നെ നോബൽ പ്രൈസ് വിന്നേഴ്സൊക്കെ ശാസ്ത്രമൊക്കെ വന്ന് സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പസ് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇനി നാലാമതായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ്സ് IIT മദ്രാസിലുണ്ട്. സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ക്യൂസ് ക്ലബ്ബുകളുണ്ട്, വേർഡ് ഗെയിംസ് ക്ലബ്ബുകളുണ്ട്, അതേപോലെ തന്നെ മ്യൂസിക്, ഒറേറ്ററി എന്ന് തുടങ്ങിയ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. പിന്നെ റീജിയണൽ വൈസ്, അപ്പോൾ നമ്മൾ മലയാളികൾ പോകുമ്പോൾ ഒരു കേരള കലാസമിതി എന്നുള്ള ഒരു ക്ലബ്ബ് IIT മദ്രാസിലുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള കുറേ ഉത്സവങ്ങളും അതേപോലെ തന്നെ കുറേ ഈവൻറ്റ്സ് ഒക്കെ IIT മദ്രാസിൽ സ്ഥിരമായി നടക്കാറുണ്ട്. മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അതേപോലെ തന്നെ ഓരോ റീജിയണിൽ നിന്നുള്ള ആളുകൾക്ക് അവരവരുടേതായ കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെ ഓരോ ഇൻട്രസ്റ്റ് ബേസ്ഡ് ക്ലബ്ബുകൾ ഇതും IIT മദ്രാസിലുണ്ട്. ഇനി ആ ലിറ്റററി ഈവൻറ്റ്സിന് താല്പര്യമുള്ളവർക്ക് ഹോസ്റ്റലുകൾ തമ്മിൽ ലിറ്റ്സോക്ക് എന്ന് പറയുന്ന ഈവൻറ്റ്സ് ഉണ്ട്. ഈ ലിറ്റ്സോക്ക് പോലത്തെ ഈവൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും നടക്കുക, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് നടക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു ആർട്ട് സ്കിൽസ് ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ നമ്മൾ ട്രഷർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കാവഞ്ചർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്റ്റൽസ് ഒന്നാകെ ഇത് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കണം, ഈ ക്ലൂ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്നതും ചാടുന്നതൊക്കെ നമുക്ക് വല്ല ഓർമ്മയുണ്ട്. ഭയങ്കര ഒരു ഓളമുള്ള ഒരു സമയമായിരിക്കും ഈ ലിറ്റ്സോക്ക് ഈവൻറ്റ്സും അതേപോലെ തന്നെ മറ്റേത് ഈവൻറ്റ്സ് ആണെങ്കിലും. ഓക്കെ, ഇനി അഞ്ചാമത് ഇപ്പോൾ IIT മദ്രാസിൻ്റെ നമുക്കറിയാം ഒരു 750 ഏക്കർ ക്യാമ്പസ് ആണ്. അപ്പോൾ എന്തൊക്കെ ക്യാമ്പസ് എമിനിറ്റീസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 24/7 എന്ന് പറഞ്ഞ പോലെ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് എവിടേക്ക് എത്താൻ വേണ്ടി നോർമലി ആളുകൾ സൈക്കിളാണ് ഉപയോഗിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോലെ ബസ് ആകുമ്പോൾ ഒരു സ്പെസിഫിക് ടൈം, ഓരോ 15 മിനിറ്റിന് ബസ് ഇങ്ങനെ പോയി വരും. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റിന് നമുക്ക് എന്തായാലും ബസ് കിട്ടും. പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കിൾ മറ്റു കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. ഹോസ്പിറ്റലിൽ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് പരിശോധന നടത്താം. ഞാൻ ഒരിക്കൽ എൻ്റെ കാലിന്, എൻ്റെ മുട്ടിന് ഭയങ്കര വേദന വന്നിട്ട് എനിക്ക് 15 ദിവസം ഫ്രീ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു തന്നു, ഫ്രീ ആയിട്ട്. അപ്പോളോ ആണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ നടത്തുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്രയോ കാശ് കൊടുക്കണം ദിവസം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു സുഖകരമായിട്ടുള്ള വരുന്ന ഫിസിയോതെറാപ്പി ഒക്കെ. അതേപോലെ തന്നെ ഒരുപാട് ഈറ്ററീസ് ഉണ്ട്, ഒരുപാട് ഫുഡ് ജോയിൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാമ്പസ് കഫേ ഉണ്ട്, അതേപോലെ കഫേ കോഫി ഡേ ഉണ്ട്, സെയ്ത്തൂൻ ഉണ്ട് എന്ന് തുടങ്ങി ഒരുപാട് പല രീതിയിലുള്ള വെജ് ആൻഡ് നോൺ വെജ് ആയിട്ടുള്ള ഒരുപാട് ഈറ്ററീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അത് പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഹബിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ചില ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ IIT മദ്രാസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് പുറത്തൊരാവശ്യത്തിന് പോകേണ്ടില്ല. നമുക്ക് എല്ലാ ആവശ്യമുള്ള ഒരുവിധം കാര്യങ്ങൾ 95% കാര്യങ്ങളൊക്കെ IIT മദ്രാസ് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ, അവിടെ എല്ലാ ശനിയാഴ്ചയും സിനിമ പ്ലേ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ക്രിക്കറ്റ് അതേപോലെ ഫുട്ബോളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വേൾഡ് കപ്പ് സെമി ഫൈനലൊക്കെ ഒരു 5000 ആൾക്കാർ ഇരുന്ന് ഒരു ജാം പാക്ഡ് ആയിട്ട് ഇത്തരം ഒരു സ്ഥലത്തിരുന്ന് കാണുന്ന നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തൊരു ആവേശമായിരിക്കും. ഒരു സ്റ്റേഡിയത്തിലൊക്കെ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇനി
പല ആൾക്കാർക്കുള്ളൊരു ചോദ്യമാണ്, ഇപ്പോൾ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്കുള്ള ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്കൊരു മോറൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ 3 ടെമ്പിൾസ് IIT മദ്രാസിൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ ഉള്ള ടെമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം ചെന്നൈ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ടെമ്പിൾ സിറ്റി. ഓക്കെ, അതേപോലെ തന്നെ ഇനി മുസ്ലിം സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു പ്രെയർ ഹാൾ ഉണ്ട്. അവിടെ ഫ്രൈഡേ ജുമുഅ ഖുത്ബാസ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ അവർക്ക് റമദാൻ ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ലെക്ചേഴ്സ് ഒക്കെ കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയർ താല്പര്യമുള്ളവർക്ക്. അതേപോലെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട്, ഇത് മേജർ റിലീജിയൻസ് എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് അവരുടെ മാസസും മറ്റൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു ചാപ്പലുണ്ട്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് ഒക്കെ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 2012 ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രെയർ ഹാൾ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരു പ്രെയർ ഹാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ലൈക്ക് ദി അലോഡ് ഇറ്റ് ആൻഡ് എന്താ പറയുക, അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ചെയ്ത് തന്നത് ക്യാമ്പസ് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ വേറെയും ഒരുപാട് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ എക്സ്ട്രാ മ്യൂറൽ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയ ആൾക്കാർ വന്ന് ലെക്ചേഴ്സ് നൽകുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വിശ്വനാഥൻ ആനന്ദ്, അതേപോലെ തന്നെ ശശി തരൂർ, ഇങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്പേസിലുള്ള അല്ലെങ്കിൽ ആർട്ട് സ്പേസിലുള്ള സ്പോർട്സിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ലെക്ചേഴ്സ് IIT മദ്രാസിൽ തരാറുണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഇലക്ഷൻസ് ഉണ്ട്. ഈ ഹോസ്റ്റൽ ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് മേ ബി ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ SFI KSU പോലത്തെ ഹോസ്റ്റൽ ഇലക്ഷൻസ് അല്ല, പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഇലക്ഷൻസ് ഉണ്ടാവും. അതിൽ ടെക്നിക്കൽ സെക്രട്ടറി ഉണ്ടാവും, ജനറൽ സെക്രട്ടറി ഉണ്ടാവും, ഹോസ്റ്റൽ അഫയേഴ്സ് സെക്രട്ടറി ഉണ്ടാവും, മെസ് സെക്രട്ടറി ഉണ്ടാവും. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഇലക്ഷൻ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഇലക്ഷനിലും ഇപ്പോൾ നമ്മളൊക്കെ വോട്ട് പിടിക്കാനൊക്കെ പോയതൊക്കെ ഓർമ്മയിട്ട് എന്താ പറയുക, അതൊക്കെ ഒരു രസമാണ് ഇലക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഒരുപാട് റോൾ ആക്ച്വലി സ്റ്റുഡൻസ് നിർവഹിക്കണം. അതായത് നമ്മളിങ്ങനെ പോയി അവിടെ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ തുറന്നു വെച്ച് പഠിക്കുക, ലൈബ്രറി ഉണ്ടോ, ഞാൻ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഇതിങ്ങനെ വന്ന് പഠിക്കുക എന്നുള്ളതല്ല ആക്ച്വലി IIT മദ്രാസ് എന്നുള്ളത്. നേരെ മറിച്ച് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് IIT മദ്രാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബിനാറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ IIT എത്തിപ്പെടാം എന്നുള്ളത് ഞാൻ സംസാരിക്കും. അതിൽ ഹൈസ്കൂൾ ആൻഡ് UP സ്കൂൾ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബിനാർ ആയിരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീംസ് വിശാലമായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് മീ മോർ ടു മേക്ക് മോർ ആൻഡ് മോർ സച്ച് വീഡിയോസ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഒരു IIT മദ്രാസ് ക്യാമ്പസ് ടൂർ ഞാൻ നടത്തിയിട്ടുണ്ട്, ഞാൻ മേലെ ലിങ്ക് ഇടാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.